കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ഇന്ന് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കാൻ സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയനാകും പ്രമേയം അവതരിപ്പിക്കുക. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനം വലിയ അവഗണന നേരിട്ടു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം തുടരാനാണ് സാധ്യത. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് വിശദ വിവരങ്ങൾ നമുക്ക് നൽകാനായി. അമൽ, ഗുഡ് മോർണിംഗ്. ഇന്നും വലിയ പ്രതിഷേധത്തിനും പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ദിവസം കൂടിയാണിത്. ഇന്നലെ മുതൽ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രക്ഷോഭം സഭയിൽ ഉണ്ടാവുന്നത്. ബഹളം ആണ്, ശബ്ദം മുഖരിതമാണ്. ഇന്ന് എങ്ങനെയായിരിക്കും കടന്നു പോവുക? എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കുമായിരിക്കും? ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി എന്നുള്ള വിലയിരുത്തലാണ് UDF ക്യാമ്പിലുള്ളത്. സ്വാഭാവികമായും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി സ്വർണ്ണക്കൊള്ളയെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് UDF ഇപ്പോൾ കണക്കുകൂട്ടിയിരിക്കുന്നത്. അതിൽ അടൂർ പ്രകാശും സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രമൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു ആയുധം എന്നുള്ള നിലയിലാണ് പ്രതിപക്ഷം ഇതിനെ ഉപയോഗിക്കുന്നത്. ഇന്നലെയും അതുതന്നെയാണ് കണ്ടത്. സഭയിൽ ഈ വിഷയമുയർത്തി ഇന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. അതിനിടയിലാണ് സർക്കാരിൻ്റെ ഒരു നിർണായകമായ നീക്കമുണ്ടാകുന്നത്. ഈ കേന്ദ്ര ബജറ്റിലടക്കം സംസ്ഥാനത്തോട് വലിയ തോതിൽ കേന്ദ്ര അവഗണന ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിഷയം ഉയർത്തിക്കാട്ടി ഒരു പ്രമേയം സർക്കാർ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാകും ഈ പ്രമേയം അവതരിപ്പിക്കുക. ഈ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയുമോ? ഈ പ്രതിപക്ഷ പ്രതിഷേധം ഇന്നലത്തേതുപോലെ ഉണ്ടായാൽ അവതരിപ്പിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. എന്തായാലും അത്തരത്തിലൊരു പ്രമേയം കൊണ്ടുവരും. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കേന്ദ്രത്തിനെതിരെ കൊണ്ടുവരുന്ന പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല എന്നൊരു വിമർശനം കൂടി ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഇന്നലത്തേതിൻ്റെ സമാനമായി തന്നെയുള്ള അവസ്ഥ ഇന്നും സഭയിൽ ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ചില MLA-മാരൊക്കെ സ്പീക്കറുടെ ഡയസിലേക്ക് കയറി അടക്കം പ്രതിഷേധിച്ചിരുന്നു. ഈ MLA-മാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ? ഇന്നലെ നടപടി ഉണ്ടായില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് പിന്നീട് പാർലമെന്റിൽ സമാനമായി തന്നെയുള്ള പ്രതിഷേധം ഉണ്ടാവുകയും ഹൈബീഡനും ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള MP-മാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അതിന് തുടർച്ചയെന്നോണം ഇവിടെയും അത്തരത്തിലുള്ള ഒരു നടപടി ഇന്ന് ഉണ്ടാകുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രതിഷേധം എന്തായാലും സഭയിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. മോദി. ശരി, അമൽ തേനമ്പറമ്പിലാണ് കാര്യങ്ങൾ വിശദമായി തന്നെ നമ്മളോട് പങ്കുവച്ചത്. പ്രതിഷേധം എന്തായാലും ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. നമ്മുടെ പ്രേക്ഷകരുടെ കമൻറ്റുകളിൽ ഒന്ന്, ഗുഡ് മോർണിംഗ് മോദി, പോറ്റിക്ക് ജാമ്യം കിട്ടുകയാണെങ്കിൽ SIT പിരിച്ചുവിടണം, ദേവസ്വം ബെഞ്ചിൻ്റെ വിശ്വാസമാണ് നഷ്ടമാകുന്നത് എന്ന് ബിജുമോൻ KS പറയുന്നു. അങ്ങനെ SIT പിരിച്ചുവിടുന്ന നടപടിയിലേക്കൊക്കെ പോകുമെന്ന് തോന്നുന്നില്ല. ദേവസ്വം ബെഞ്ചിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ ഉറച്ച് വിശ്വസിക്കാൻ, വിശ്വാസം രക്ഷിക്കട്ടെ എന്നാണല്ലോ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അങ്ങനെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. വിശ്വാസം രക്ഷിക്കുമായിരിക്കും എന്ന്. അമൽ തേനമ്പറമ്പിൽ നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.